ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ദുബായ് പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അത് ഏതൊക്കെ ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാന്നുള്ളതും അത് പെർഫെക്റ്റ് ആയിട്ട് ഒരു എഡ്ജിൽ നിന്നും പുറത്ത് പോവാതെ എങ്ങനെ ചെയ്യണം എന്നുള്ളതും ഒക്കെ അവിടെ കാണിച്ചു തരാം. അതിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അതായത് ആ ഒരു ചോക്ലേറ്റ് കണ്ടുപിടിച്ചവർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. പറ്റും നല്ലൊരു ഷെയ്ക്കാൻഡ് കൊടുത്തേ പറ്റും. അത്ര നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കണ്ടില്ലേ നല്ല എഡ്ജും കാര്യങ്ങളൊക്കെ എങ്ങനെ അതിൻ്റെ സംഭവങ്ങളും ഫില്ലിങ്ങും പുറത്ത് പോകാതെ ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഡയറി മിൽക്ക് സിൽക്കാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മുടെ വെനോട്ടൻ ചോക്ലേറ്റ് ഒക്കെ വാങ്ങാൻ പോയപ്പോൾ 1000 സംതിങ് ഒക്കെയാണ് റേറ്റ്. എല്ലാ ചോക്ലേറ്റ്സിനും റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ കുനാഫ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ ഷീറ്റ് ചോക്ലേറ്റിൻ്റെ മോൾഡുകൾ 2-3 വർഷമായിട്ട് എൻ്റെ ബോക്സിൽ കിടന്നിരുന്നതാണ്. ഒരു യൂസും ഇല്ലാണ്ട് കിടന്നിരുന്ന കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് അതൊക്കെ പൊടി തട്ടി എടുക്കാനുള്ളൊരു സമയം വന്നത്. കാരണം കാണുന്നതൊക്കെ മേടിച്ചു, എല്ലാ ബേക്കേഴ്സിനും അറിയാം, കാണുന്നതൊക്കെ മേടിച്ചു വെക്കും. പിന്നെ എന്തിനാണത് മേടിക്കുന്നത് പോലും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോഴെങ്കിലും ആവശ്യം വരുന്നത് വെച്ച് കാണുമ്പോൾ ഇഷ്ടമായിട്ട് മേടിക്കണതാണ്. അപ്പോൾ ഇവിടെ 1 കപ്പ് കുനാഫ ഞാൻ എടുത്തിട്ടുണ്ട്. 25 ഗ്രാം ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പിസ്ത നന്നായിട്ട് വേണം കേട്ടോ. നമുക്ക് അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ടേസ്റ്റ് നിൽക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് കരിയാതെ എടുക്കുക, കളർ മാറണ്ട, ഇതേപോലെ എടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ടിങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പിസ്ത ഞാനൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്ര ഒന്നും ആവശ്യമല്ല. നമുക്കൊരു തോനെ ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കുറേ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് പോലും അതിൻ്റെ ഈ പിസ്താഷ്യോൻ്റെ ഫില്ലിങ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചോക്ലേറ്റ് ഇട്ട് സാമ്പിൾ നോക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് പിസ്താഷ്യൊക്കെ എടുത്താൽ മതി. 1/2 കപ്പും വേണമെന്നില്ല, 1/4 കപ്പൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 200 ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു 100 ഗ്രാമൊക്കെ വെച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ടോട്ടലി എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ നിങ്ങളെടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കി ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കാനുള്ള ലെവലിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതേപോലെ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടണം, അതാണ് നമ്മൾ ആവശ്യം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കൊന്ന് അടിപൊളിയായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ അത്രയും എടുത്തതുകൊണ്ട് ഞാൻ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നുമില്ല, വെറും പിസ്തയും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് മാത്രമാണ് അതിൽ ക്രഷ് ചെയ്തുള്ളത് കേട്ടോ. നന്നായിട്ട് ഇതേപോലെ ഒന്ന് കടിക്കാൻ കിട്ടും കൂടി ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് അല്ലേ. അപ്പോൾ അധികം ക്രീമി ആക്കിയിട്ടില്ല, കുറച്ച് ക്രഞ്ചി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ക്രിസ്പിയാണ് ഈ ഒരു സംഭവം, നല്ല ക്രിസ്പിയാണ്. ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ നമ്മളുടെ കുനാഫ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഉള്ളിലിങ്ങനെ നല്ല ക്രഞ്ചിയാണ്. പിന്നെ ചോക്ലേറ്റ് നല്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോൾ പുറത്തും ഉള്ളിലും ഒരുപോലെ ക്രഞ്ചി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചോക്ലേറ്റ് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉള്ളിൽ നല്ല ക്രഞ്ചി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാത്രം കഴിക്കാമെന്ന് നമുക്ക് തോന്നും, അത്ര നല്ല ഫില്ലിങ്ങാണ് അത്. അങ്ങനെ ഇതേ നമ്മളുടെ ഡയറി മിൽക്ക് സിൽക്ക് ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഡയറി മിൽക്ക് സിൽക്ക് ഞാൻ മേടിച്ച് കഴിക്കേണ്ടത് കേട്ടോ. കാരണം 195 രൂപ ഉണ്ട്. നമ്മൾ സാധാരണ 40 രൂപയുടെയും 100 രൂപയുടെയും ഡയറി മിൽക്ക് മേടിക്കാറുണ്ട്. ഇത് ഞാൻ തീരെ മേടിച്ചിട്ടില്ല എൻ്റെ ലൈഫിൽ. പക്ഷേ ഇത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച് നോക്കിയതാണ്. പക്ഷേ കഴിച്ചപ്പോൾ എനിക്ക് 100 രൂപയുടെ ഡയറി മിൽക്കിൻ്റെ അത്ര ടേസ്റ്റൊന്നും ഈ സിൽക്കിന് എനിക്ക് തോന്നിയില്ല. ഒരു കയ്പ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 2 പീസ് ഡാർക്ക് ചോക്ലേറ്റും 2-3 പീസ് വൈറ്റ് ചോക്ലേറ്റും ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വരുമ്പോൾ ടേസ്റ്റാണ്. ഞാൻ നമ്മുടെ മെൻഹാട്ടൻ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഡയറി മിൽക്ക് സിൽക്ക് മേടിച്ചത്. നിങ്ങൾ നോർമൽ ഡയറി മിൽക്ക് മേടിച്ചാൽ മതിയാവും. ഓക്കെ, അതാകുമ്പോൾ പിന്നെ എക്സ്ട്രാ ഒന്നും നമുക്ക് കൂട്ടേണ്ട ആവശ്യം വരില്ല. അതിനത്ര കയ്പ്പ് വരുന്നില്ല, അതിന് കുറച്ച് കയ്പ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനെ നമുക്ക് ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ സൈഡുകളുണ്ടല്ലോ, അതായത് ഇപ്പോൾ മോൾഡ് ഒഴിച്ചു, അപ്പോൾ ആ മോൾഡിൻ്റെ 4 സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് നന്നായിട്ട് തട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അതായത് കണ്ട ആ ഒരു സൈഡ് ഉണ്ടല്ലോ ഇവിടെ ഞാൻ എൻ്റെ വിരൽ വെക്കുന്ന ഭാഗം, ആ ഭാഗത്ത് ശരിക്കും തട്ടില്ലെങ്കിൽ നമ്മൾ ഫില്ലിങ് വെക്കുമ്പോൾ നമുക്ക് ഫില്ലിങ് പുറത്ത് പോകും. ഓക്കെ, അപ്പോൾ അവിടെ നന്നായിട്ട് തട്ടാൻ നോക്കണം. അതായത് ഇപ്പോൾ ഞാനിവിടെ സൈഡ് സൈഡിൽ തട്ടിക്കുന്നത് കണ്ടില്ലേ, അപ്പോൾ അതേപോലെ സൈഡ് കവർ ചെയ്യണം, ചോക്ലേറ്റ് തട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഇതിനധികം കുഴി ഇല്ലാത്തൊരു മോൾഡാണല്ലോ, അധികം ഡെപ്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കരുത്. മേൽഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക, അടിഭാഗത്ത് നമ്മൾ എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യുക, അത്ര മതി. കാരണം നമുക്ക് ഈ ശരിക്കും ദുബായ് ചോക്ലേറ്റ് നമുക്ക് കാണുന്നത് നല്ല
എന്താ പറയുക തിക്കുള്ള ഒരു മോൾഡാണെന്ന് തോന്നുന്നു. നല്ല തിക്കായിട്ടുള്ള ഒരു ചോക്ലേറ്റ് നമുക്ക് കാണുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന മോൾഡുകളൊന്നും അധികം തിന്നായിട്ടുള്ള മോൾഡാണ്, അധികം ഡെപ്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, നൈസായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ധൃതി കൂടിയിട്ട് ചോക്ലേറ്റ് സെറ്റായി എന്ന് വിചാരിച്ചെടുത്തോന്നു, പക്ഷെ സെറ്റായിട്ടില്ല. വീണ്ടും വെച്ചിട്ട് വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം വെക്കുമ്പോൾ ഒന്ന് ലൂസ് പോലെ കണ്ടത്. അപ്പോൾ അതേ അല്ല, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചോക്ലേറ്റ് ഈ ഒരു ഫില്ലിങ് പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നന്നായിട്ട് സെറ്റായ ഫ്രിഡ്ജിൽ വെച്ച് ഫസ്റ്റ് കോട്ടിങ് കൊടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ ഈ സെക്കൻഡ് ഫില്ലിങ് വെക്കണത് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ വെച്ച് വെക്കുക. ലൂസാവരുത് ഫില്ലിങ്. ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ക്രഞ്ചിനെസ് വിടില്ല. ഉള്ളിലെ ക്രഞ്ച് അങ്ങനെ ആയിട്ട് നിൽക്കും. പിന്നെ മിൽക്ക് മെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ചോക്ലേറ്റിനെക്കാട്ടും ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത്, നമുക്കറിയാമല്ലോ മിൽക്ക് മെയ്ഡ് ആവും കുറച്ചുകൂടി ടേസ്റ്റ് എന്നുള്ളത്. വൈറ്റ് ചോക്ലേറ്റിനെക്കാട്ടും മിൽക്ക് മെയ്ഡ് ആവുമല്ലോ കുറച്ചുകൂടി ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതാണ് അത് യൂസ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതേപോലെ ആ ഒരു സൈഡിലേക്ക് നമ്മൾ ഫില്ലിങ് വരാതെ സൂക്ഷിക്കാം. എന്നെങ്കിലാണ് നമ്മുടെ കറക്റ്റ് എഡ്ജ് പുറത്ത് വരാതെ കിട്ടുള്ളൂ കേട്ടോ. അതായത് ഫില്ലിങ് പുറത്ത് വരാതെ കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുക. കണ്ടേ, പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഓവണിൽ വെച്ചിട്ടാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത്. 5 മിനിറ്റ് പ്രീ ഹീറ്റിന് വെച്ച ഓവണിൽ ഞാൻ 2-3 മിനിറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് മെൽറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മെൽറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നനഞ്ഞ ബൗളാവരുത്, സ്പൂൺ ആവരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക. അതുപോലെ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ച ചോക്ലേറ്റ് എടുത്ത് മെൽറ്റ് ചെയ്യരുത്. കാരണം വാട്ടർ കണ്ടൻറ്റ്, വാട്ടർ വേപ്പർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മളെ ചോക്ലേറ്റിലുണ്ടെങ്കിൽ അത് കട്ട കുത്തിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. റൂം ടെമ്പറേച്ചറുള്ള ചോക്ലേറ്റ് വേണം മെൽറ്റ് ചെയ്യാനായിട്ട്. ബൗളിലോ സ്പൂണിലോ കയ്യിലോ ഒന്നും വെള്ളം പാടില്ല. അതൊക്കെ അതിൽ ഇറ്റിക്കഴിഞ്ഞാൽ സീനാണ്. ഓക്കെ. അപ്പോൾ അതേപോലെ ചോക്ലേറ്റൊക്കെ ഒഴിച്ച് കൊടുത്തു. നന്നായിട്ട് ക്ലീൻ ചെയ്യുക, ഫ്രീസറിൽ വെക്കുക. ബാക്കി വരുന്ന ഫില്ലിങ്ങൊക്കെ ഞാൻ കുനാഫ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചോക്ലേറ്റ് ഒരു 10-15 മിനിറ്റൊക്കെ ഞാൻ ഫ്രീസറിൽ വെച്ചപ്പോൾ അതേ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ. നമ്മളുടെ പരീക്ഷണം വിജയിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പം അങ്ങനെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാണ്ടിരുന്ന മോൾഡുകൾ ഇപ്പോൾ ഉപയോഗിച്ചതിൻ്റെ സന്തോഷവും എല്ലാം നമുക്ക് ഒരു പ്രത്യേകതയാണ്. കണ്ടില്ല, ഫ്രിഡ്ജിൽ വെച്ച് വന്നപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ പിസ്താഷ്യോ കുനാഫ പിസ്താഷ്യോ ബോൾസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്കങ്ങനെ അങ്ങനെയും കഴിക്കാം. പക്ഷെ ഞാൻ ഇനി വീണ്ടും ചോക്ലേറ്റ് എടുത്തില്ല, കാരണം അത്യാവശ്യം ചോക്ലേറ്റ് നമുക്കിവിടെ ഉണ്ട്. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ ചോക്ലേറ്റിൻ്റെ റേറ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇപ്രായം എല്ലാ ചോക്ലേറ്റ്സിനും റേറ്റ് കൂടിയിട്ടുണ്ട്. കൊക്കോ ബട്ടറിന്, കൊക്കോ പൗഡറിന് എല്ലാത്തിനും റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം വരാം. ഇൻഷാല്ലാ എന്തായാലും അത് അറിയിച്ചേ പറ്റും. അങ്ങനെ അതേ നമ്മളുടെ മോൾഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ 4 എഡ്ജസും ഇതേപോലെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഷേവ് ചെയ്ത് കളയണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിങ്ങനെ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത രീതിയിൽ കാണും. അപ്പോൾ അതേപോലെ ഒന്നിങ്ങനെ കറക്റ്റാക്കി കൊടുക്കുക. അപ്പോൾ അതും പെർഫെക്റ്റ്. അങ്ങനെ നമ്മളുടെ ചോക്ലേറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മുകളിൽ ഒരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ ഇതാണ് ഗോൾഡ് ലീഫാണ് വെച്ച് കൊടുക്കുന്നത്. വീണ്ടും ചോക്ലേറ്റ് വെച്ചിട്ട് ആദ്യം നമുക്കൊന്ന് സെറ്റ് മോൾഡിൽ ആദ്യം വൈറ്റോ ഗ്രീനൊക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഞാനിത് ഇങ്ങനൊരു പിക്ചർ മനസ്സിലുള്ളതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ. ഒരെണ്ണത്തിന് വൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് അവിടെ കാണുന്നില്ലേ, അങ്ങനെ. അപ്പം നമ്മളുടെ ചോക്ലേറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഫീഡ്ബാക്ക് കേൾക്കാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പ്രീമിയം ചോക്ലേറ്റ് വെച്ചിട്ടുള്ള പ്രീമിയം ലുക്കിലാണ് നമ്മുടെ ചോക്ലേറ്റ് വന്നിട്ടുള്ളത്. കഴിച്ചു നോക്കാം. കഴിച്ചേക്കാം. പറയാനുണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ എന്താ പറയുക,
എങ്ങനെ പറയാം, എന്തായാലും ഇത് കണ്ടുപിടിച്ചവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മൾ ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കാനും ഹാമ്പർ സെറ്റിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കിഡിലൻ ഐറ്റാണ് കേട്ടോ. എല്ലാവർക്കും ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ സൂപ്പർ ടേസ്റ്റാണ്. എന്നിട്ട് മൂടി കഴിക്കട്ടെ. എൻ്റെ മോൾക്ക് ഒരു കളറ് വെള്ളറക്കി ഇരിക്കണ്ടല്ലേ. ബിഗ് പീസ് ഹിസ എങ്ങനെയുണ്ട്? തളർന്നാ ഞാനൂടി. സൂപ്പർ ടേസ്റ്റ്. ഇവിടെ അൺലിമിറ്റഡ് കഴിക്കാൻ തോന്നുന്നു കേട്ടോ. പക്ഷേ ഈ ഇങ്ങനത്തെ ഫുഡ് കഴിച്ച് എന്തായെന്നറിയോ നമ്മളുടെ അവസ്ഥ. എന്തായാലും ഞാൻ തന്നെ എന്നെ വെച്ചിട്ട് പ്രൗഡ് ചെയ്യാണ്. കാരണം ഇതൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിക്കാനും നിങ്ങളെ കാണിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടണം. കാരണം വലിയൊരു കാര്യമാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഒരു രക്ഷയില്ല, ഇതിലൊന്നും പറയാനുമില്ല. അപ്പോൾ ഇത് കണ്ടുപിടിച്ചവർക്ക് ബിഗ് സല്യൂട്ട്. എനിവേ ഒരു ആനിവേഴ്സറി ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും ന്യൂവേഴ്സിനൊക്കെ തര ഒന്ന് പറയട്ടെ. ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു നമ്മളുടെ പരീക്ഷണത്തിൽ ഫുൾ 100% ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഡയറി മിൽക്ക് വെച്ചിട്ട് ഡയറി മിൽക്ക് സിൽക്കിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ ഞാൻ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പറയില്ലേ, ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര കയ്പ്പ് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അതും കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും സംഭവം പൊളിയാണ്. ഇതിൽ ഫ്ലേവർ വരുന്നത് ബട്ടർ, അതുപോലെ തന്നെ ആ ഒരു പിസ്ത മിൽക്ക് മെയ്ഡ് പിസ്തയുടെ ഫ്ലേവർ നല്ല വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബട്ടറിൽ ടോസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടായിട്ട് ഒരു നല്ല സാധനം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മളുടെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ പുതിയ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനും അത് ട്രൈ ചെയ്യാനുള്ള ഒരു പ്രചോദനം തരുന്നത് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെയാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വീഡിയോയും ടിപ്സും ട്രിക്സായിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും. സ്റ്റേ ട്യൂൺഡ്.